കേരളത്തിൽ നിന്ന് 12 പേർ CPI ദേശീയ കൗൺസിലിൽ. സത്യൻ മൊകേരി കൺട്രോൾ കമ്മീഷൻ അംഗം, പ്രകാശ് ബാബു, പി സന്തോഷ് കുമാർ എന്നിവർ സെൻട്രൽ ക്വാട്ടയിൽ, TT ജിസ്മോൻ കാൻഡിഡേറ്റ് അംഗമായി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ആരൊക്കെയാണ് പുതിയ അംഗങ്ങൾ? കേരളത്തിൽ നിന്ന് ദേശീയ കൗൺസിലിലേക്ക് 12 പേർ എന്നൊക്കെയുള്ളതാണല്ലോ വിവരം. അനുജ, കേരളത്തിൽ നിന്നും ദേശീയ കൗൺസിലിലേക്ക് 12 പേരുടെ പട്ടികയാണ് സംസ്ഥാന ഘടകം നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിന് അംഗീകാരമായിരിക്കുന്നു. അത് ബിനോയ് വിശ്വം ഏറ്റവും ശ്രദ്ധേയം. ബിനോയ് വിശ്വം നേരത്തെ സെൻട്രൽ കോട്ടയിൽ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന കോട്ടയിലേക്ക് മാറിയിരിക്കുന്നു. KP രാജേന്ദ്രൻ, PP സുനീർ, K രാജൻ, P പ്രസാദ്, J ചിഞ്ചുറാണി, GR അനിൽ, രാജാജി മാത്യു തോമസ്, P വസന്തം, ചിറ്റയം ഗോപകുമാർ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, TJ ആഞ്ചലോസ്, ഇവർ രണ്ടുപേരും പുതിയ അംഗങ്ങളാണ്. നിലവിൽ E ചന്ദ്രശേഖരൻ പ്രായപരിധിയുടെ പശ്ചാത്തലത്തിൽ കൗൺസിലിൽ നിന്നും ഒഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് 2 പേർ പുതിയതായി ഇപ്പോൾ ദേശീയ കൗൺസിൽ ഇരിക്കുന്നത്. കൂടാതെ TT ജിസ്മോൻ കാൻഡിഡേറ്റ് അംഗമായും സത്യൻ മൊകേരി കൺട്രോൾ കമ്മീഷൻ അംഗമായും ദേശീയ കൗൺസിലിൽ ഇടം പിടിച്ചിരിക്കുന്നു. അതേസമയം കേരളത്തിൽ നിന്നുള്ള K പ്രകാശ് ബാബു, കൂടാതെ P സന്തോഷ് കുമാർ എന്നിവർ കേന്ദ്ര കോട്ടയിലാണ് ദേശീയ കൗൺസിലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ നിന്നും ആകെ 16 പേരാണ് ഇപ്പോൾ ദേശീയ കൗൺസിലിൽ എത്തിയിരിക്കുന്നത്. 2 പേർ കേന്ദ്ര കോട്ടയിൽ ഉൾപ്പെടെ. ഇപ്പോൾ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം, നിലവിലുള്ള ദേശീയ എക്സിക്യൂട്ടീവിന്റെ യോഗം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ദേശീയ എക്സിക്യൂട്ടീവിന്റെ ഏറ്റവും അവസാന യോഗമായിരിക്കും ഇത്. ഇതിനുശേഷം പിന്നീട് ഈ പുതിയ എക്സിക്യൂട്ടീവിന്റെ പേരുകൾ പുതിയതായി തിരഞ്ഞെടുത്ത കൗൺസിൽ അംഗങ്ങൾക്ക് ഈ നിലവിലുള്ള എക്സിക്യൂട്ടീവ് ആയിരിക്കും നിർദ്ദേശിക്കുക. അതിൽ നിന്നും പുതിയ എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുക്കും. തുടർന്ന് പുതിയ ജനറൽ സെക്രട്ടറിയെയും തിരഞ്ഞെടുക്കും. ദേശീയ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും തിരഞ്ഞെടുക്കുക എന്നുള്ള നടപടിക്രമങ്ങളാണ് ഇനി പാർട്ടി കോൺഗ്രസിൽ ബാക്കിയുള്ളത്. അതിനായുള്ള ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ഇപ്പോൾ പുരോഗമിക്കുന്നു. അതേസമയം ഈ ഒരു കൗൺസിൽ കൺട്രോൾ കമ്മീഷൻ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിനിടെ വളരെ രൂക്ഷമായ വാദങ്ങൾ ഈ ഒരു പാർട്ടി കോൺഗ്രസിൽ നടന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറിക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകിയത്, കൂടാതെ കൺട്രോൾ കമ്മീഷൻ അംഗങ്ങളായി നേരത്തെ ദേശീയ സെക്രട്ടേറിയറ്റിൽ നിന്നും പ്രായപരിധിയുടെ പേരിൽ മാറിയ K നാരായണ, അസീസ് പാഷ അടക്കമുള്ള 4 പേരെ കൺട്രോൾ കമ്മീഷനിൽ ഉൾപ്പെടുത്തിയതും ചില കൗൺസിൽ അംഗങ്ങൾ, അത് പ്രത്യേകിച്ച് ബീഹാറിൽ നിന്നുള്ള സംസ്ഥാന സെക്രട്ടറി അടക്കം ചില കൗൺസിൽ അംഗങ്ങൾ പ്രായപരിധിയിൽ ഇളവ് നൽകിയത് അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നും രാജാജി മാത്യു തോമസ്, കൂടാതെ മറ്റ് ചില സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ അടക്കമുള്ളവർ ഇതിൽ പ്രതിഷേധം ഉയർത്തി എതിർവാദങ്ങൾ ഉന്നയിച്ചു. കേരളത്തിൽ നിന്നും VS സുനിൽകുമാറും R ലതാദേവിയും ശക്തമായ പ്രതിഷേധം ഈ പാർട്ടി കോൺഗ്രസിൽ ഈ വിഷയത്തിൽ ഉന്നയിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെയാണ് ബീഹാറിൽ നിന്നും ഈ പ്രായപരിധി ലംഘിച്ചതിനെതിരെ എതിർപ്പ് ഉയർന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ASFന്റെ മുൻ ജനറൽ സെക്രട്ടറിയായ വിശ്വജിത്താണ് എതിർപ്പുമായി രംഗത്തെത്തിയത്. എന്തായാലും നിലവിൽ ഇപ്പോൾ കൗൺസിൽ അംഗീകാരമായിരിക്കുന്നു. നിലവിൽ എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് 12 പേരാണ് CPI ദേശീയ കൗൺസിൽ ഇടം നേടിയിരിക്കുന്നത്. ഒപ്പം അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ അതാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.